ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ലിബേഴ്സി അക്കാഡമിയുടെ ഒരു പുതിയ എഡിറ്റോറിയൽ ഡിസ്കഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ പറ്റിയാണ്, അല്ലെങ്കിൽ വുമണുമായിട്ട് ബന്ധപ്പെട്ട, സ്ത്രീയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വിഷയത്തെ പറ്റിയാണ് നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ലീപ്പ് ഫോർവേഡ് ഫോർ മെറ്റേണിറ്റി എൻറ്റൈറ്റിൽമെൻറ്റ് എന്ന് പറയുന്ന ഹിന്ദുവിലെ ഒരു എഡിറ്റോറിയലിനെ ആസ്പദമാക്കിയാണ് നമ്മളിന്നിവിടെ ഒരു ചർച്ച നടത്താൻ പോകുന്നത്. എന്ന് പറയുന്നത് UPSC പരീക്ഷയിലെ GS പേപ്പർ 2-ലായാലും 3-ലായാലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളൊരു സ്കീമിനെ പറ്റിയും 2 സ്കീമുകളെ പറ്റിയിട്ടും അതിൻ്റെ പ്രധാന പ്രശ്നങ്ങളെ പറ്റിയിട്ടും അതിൻ്റെ പോരായ്മകളെ പറ്റിയിട്ടും അതെങ്ങനെ പരിഹരിക്കാവുന്നതാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഗവേണൻസ്, വെൽഫെയർ സ്കീം, സോഷ്യൽ ജസ്റ്റിസ്, അതൊക്കെ ആയിട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇത് വുമൺ ആൻഡ് ചൈൽഡ് വെൽഫെയർ അതിനെ പറ്റിയിട്ടും നമ്മുടെ ബഡ്ജറ്റ് അലോക്കേഷനെ പറ്റിയിട്ടും അതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് UPSC ആയാലും KS ആയാലും കേരള PSC ആയാലും ഇതിലൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇപ്പോൾ 2013 നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് NFSA, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ആ ഒരു ആക്ട് പ്രകാരം ഗർഭിണികൾക്കും അതേ കണക്ക് തന്നെ മാതൃത്വ ആനുകൂല്യം നൽകുന്നൊരു സംഭവമുണ്ട്. അതായത് ഇവർക്ക് മറ്റേണിറ്റി ലീവ് അല്ലെങ്കിൽ അതിൻ്റെ കൂടി ഒരു 6000 രൂപ കൊടുക്കുന്ന ഒരു ആക്ടിൻ്റെ അകത്ത് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഈ ഒരു ആക്ട് പ്രകാരം ഗർഭിണികൾക്ക് 6000 രൂപ എന്ത് ചെയ്യുന്നുണ്ട്, ആനുകൂല്യം ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ ഇതെന്ത് ചെയ്യുന്നില്ല, കറക്റ്റ് പ്രായോഗികമായിട്ട് നടക്കുന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഒരു പുതിയൊരു സ്കീം കൊണ്ടുവന്നു. അതാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന, അതായത് PMMVY എന്ന് പറയും. അപ്പോൾ ഇത് പ്രകാരം കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുന്നു, ഒരു കുട്ടിക്ക് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ആനുകൂല്യം നൽകുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ആക്ട് പ്രകാരം കുട്ടികൾക്ക് എന്നുള്ള ഇത് ആ ഒരു നിബന്ധന എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. 6000 രൂപ വരെ നൽകാനേ പറയുന്നുള്ളൂ. പക്ഷേ ഈ ഒരു യോജന, ഈ ഒരു പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പ്രകാരം ഒരു കുട്ടിക്ക് മാത്രമാണ് ആനുകൂല്യം കൊടുക്കുന്നത്. അതും 6000 അല്ല, 5000 രൂപ മാത്രമാണ്. പക്ഷേ ഇതിൽ 2022 2ാം കുട്ടി പെൺകുട്ടിയാണെങ്കിൽ ആനുകൂല്യം നീട്ടിയെങ്കിലും അതെന്ത് ചെയ്തിട്ടില്ല, NFSAയുടെ നിയമലംഘനമാണെന്ന് എന്ത് ചെയ്തിരുന്നു, ഇത് പറഞ്ഞിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ഇതിൻ്റെ അകത്തുള്ള പ്രധാന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള പ്രധാന കാര്യങ്ങൾ എന്ന് നമ്മൾ ആണ് ഈ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ പോകുന്നത്, ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു എഡിറ്റോറിയലിൻ്റെ അകത്ത് പ്രധാനമായിട്ടും പറയുന്നത് ഈ ഒരു PMMYV എന്ന് പറയുന്ന ഈ ഒരു സ്കീം പ്രകാരം എന്തൊക്കെയാണ് ഇതിൻ്റെ കണക്കുകൾ, 2024 വന്നെത്തുമ്പോഴത്തേക്ക് ഇതിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നതെന്ന് പ്രധാനമായിട്ട് എടുത്തു പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കേണ്ടതുണ്ട്. കാരണം UPSC പരീക്ഷയിലായാലും നമുക്ക് ഈ ഒരു അനലിറ്റിക്കലായിട്ടുള്ള ഇൻഫർമേഷൻ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, മെയിൻസ് പരീക്ഷയിൽ വളരെയധികം എന്ത് ചെയ്യും, ഉപയോഗം ചെയ്യും. ഇപ്പോൾ 2019-20 36% PMMYV ആനുകൂല്യങ്ങൾ 2023-24 ആയപ്പോഴത്തേക്ക് 9% കുറഞ്ഞു. അതേ കണക്ക് തന്നെ ബഡ്ജറ്റിലായാലും 12,000 കോടിയായിരുന്നു നേരത്തെ ആ ഒരു ബഡ്ജറ്റിൽ നിന്ന് വിഹിതം മാറ്റി വെച്ചിരുന്നത്. അത് 2023-24 ആകുമ്പോഴത്തേക്ക് വെറും 870 കോടി മാത്രമാണ് എന്ത് ചെയ്തിരുന്നത്, ആനുകൂല്യം നൽകിയിരുന്നത്. അത് വളരെ വലിയൊരു പ്രശ്നമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. അതേ കണക്ക് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തൊരു വിവരത്തിൻ്റെ ഒരു അഭാവമുണ്ട്. അതായത് RTI ആക്ട് പ്രകാരം, അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം സർക്കാർ ഇതിൻ്റെ പ്രധാനപ്പെട്ട വിവരങ്ങളൊന്നും എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അത് വളരെ വലിയൊരു പ്രശ്നമാണ്. സെക്ഷൻ 4 പ്രകാരം ഇതിൻ്റെ ആയിട്ടുള്ള ഡേറ്റകളൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതേ കണക്ക് തന്നെ നമുക്ക് അല്ലാതെ തന്നെ കിട്ടുന്ന വെറും 9% ഗർഭിണികൾക്ക് മാത്രമാണ് ഈ ഒരു പദ്ധതി പ്രകാരം ആനുകൂല്യം കിട്ടുന്നത്. അപ്പോൾ നമുക്ക് തന്നെ ഒരു ചർച്ച, വെറും 9% ഗർഭിണികൾക്ക് മാത്രം ഇങ്ങനെ ഒരു ആനുകൂല്യം കിട്ടുന്ന ഒരു സ്കീം ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇത് തുടർന്ന് പോകണോ എന്നുള്ളൊരു ചർച്ച നമുക്കിടയിൽ വരും. അത് തന്നെയാണ് ഈ ഒരു എഡിറ്റോറിയലിൻ്റെ അകത്ത് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അത് മാത്രമല്ല പ്രശ്നമെന്ന് പറയുന്നത്, ഈ ഒരു സ്കീം പ്രകാരം ഇതിൻ്റെ ട്രാൻസ്പെറൻസി, സുതാര്യത എത്രത്തോളമാണെന്ന് എന്ത് ചെയ്തിട്ടില്ല, നമുക്ക് മനസ്സിലായിട്ടില്ല.
അതേ കണക്ക് തന്നെ ഇതിൻ്റെ അകത്തൊരു ഡിജിറ്റൽ ഡിവൈഡ് അല്ലെങ്കിൽ ഡിജിറ്റൽ അഭാവം എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാകുന്നുണ്ട്. അതായത് ആധാർ ബന്ധിത പണമടയ്ക്കൽ സംവിധാനമൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് പോയിട്ടില്ല. അതുവഴി എന്ത് ചെയ്തിട്ടില്ല, ഇവരൊക്കെ കറക്റ്റായിട്ട് ഈ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഇതൊന്നും കറക്റ്റായിട്ട് പ്രാവർത്തികമായിട്ട് നടത്താൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. അതേ കണക്ക് തന്നെ 2021-24 ഒരു സോഫ്റ്റ്വെയർ പ്രോബ്ലമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സോഫ്റ്റ്വെയർ പ്രോബ്ലം കാരണമൊക്കെ ഈ പദ്ധതി വളരെയധികം പ്രശ്നങ്ങളിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, തകർന്ന് കിടക്കുകയാണ്. അതേ സമയത്ത് ഈ ഒരു ആക്ട് നിലവിലിരിക്കെ പല സംസ്ഥാനങ്ങൾ, അതിൽ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒഡീഷയും തമിഴ്നാടുമാണ്. അവരവരുടെ സംസ്ഥാന പദ്ധതികൾ നടപ്പിലാക്കി മാതൃത്വം അല്ലെങ്കിൽ മെറ്റേണിറ്റി എൻറ്റൈറ്റിൽമെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. മാതൃത്വ ആനുകൂല്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന 2 സംസ്ഥാനങ്ങളാണ് ഈ ഒഡീഷയും അതുപോലെ തന്നെ ഈ തമിഴ്നാടെന്നും പറയുന്നത്. അപ്പോൾ ഒഡീഷ ആയാലും തമിഴ്നാടായാലും പലതരത്തിലുള്ള ഇവർക്ക് മാതൃത്വ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതായത് ഒഡീഷ 2024 മുമ്പ് വരെ 10,000 രൂപ വരെയാണ് ഇങ്ങനെ ഒരു ആനുകൂല്യം കൊടുത്തിരുന്നത്. അത് 2026 ആയപ്പോഴത്തേക്ക് 20,000 രൂപ വരെയും. അതേ കണക്ക് തന്നെ തമിഴ്നാട് 18,000 രൂപയായിരുന്നത് 24,000 രൂപയാക്കി എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർക്ക് ഈ ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അതായത് ഇവിടേക്കെന്ന് പറയുന്നത് 84% വരെ ഗർഭിണികൾക്ക് എന്ത് കിട്ടുന്നു, ആനുകൂല്യം ലഭിക്കുന്നു. അതേസമയം നമ്മൾ നേരത്തെ പറഞ്ഞ PMMYV സ്കീം പ്രകാരം എത്ര മാത്രമേ കിട്ടുന്നുള്ളൂ, 9% ഗർഭിണികൾക്ക് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കിട്ടുന്നുള്ളൂ. പക്ഷേ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ 84%, തമിഴ്നാട്ടിൽ 84%, അതേ കണക്കിന് ഒഡീഷയിൽ 64% വരെയും എന്ത് ചെയ്യുന്നു, ഗർഭിണികൾക്ക് ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ്, PMMYVയുടെ തകർച്ചയെ പറ്റിയാണല്ലേ, അതിൻ്റെ ലൂപ്പ് ഹോൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങളെ പറ്റിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതേ കണക്ക് തന്നെ നമ്മൾ പിന്നൊരു കേസ് നോക്കുകയാണെങ്കിൽ ഫോമൽ സെക്ടറിലുള്ള സ്ത്രീകൾക്ക് അവർക്ക് 26 വീക്ക് വരെ പെയ്ഡ് ലീവ് എന്ത് ചെയ്യുന്നു, കിട്ടുന്നുണ്ട്. 26 വീക്ക് വരെ പെയ്ഡ് ലീവ് കിട്ടുന്നു. പക്ഷേ ഈ ഒരു PMMYV സ്കീം പ്രകാരം അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിന് വെറും എത്ര രൂപയാണ് കൊടുക്കുന്നത്, 5,000 രൂപ മാത്രമാണ് കൊടുക്കുന്നത്. അതും ഒരു കുട്ടിക്ക് മാത്രമാണ്, 1 ചൈൽഡിന് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. കാരണം ഈ വൾണറബിൾ സെക്ഷനിൽ വരുന്ന വുമൺ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ സൊസൈറ്റിയിൽ. അപ്പോൾ ഈ വൾണറബിൾ സെക്ഷൻ എന്ന് പറയുന്നത് UPSCയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഏരിയനെ പറ്റി പഠിക്കുന്നവർ ഇതിൻ്റെ ഫോർവേഡിനെ പറ്റി എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അറിഞ്ഞു വയ്ക്കണം. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു PMMYVയെ എന്ത് ചെയ്യണം, NFSA പ്രകാരം പുനർക്രമീകരിക്കണം. അതെന്ത് ചെയ്യേണ്ടതാണ്, ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് രണ്ടും കൂടെ സംയോജിപ്പിച്ച് അല്ലെങ്കിൽ ഈ ഒരു നിയമപ്രകാരം ഇതിനെ റീവാമ്പ് ചെയ്തെടുത്തില്ലെങ്കിൽ അത് വളരെയധികം പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പോൾ ഇതിനെ പുനർക്രമീകരിക്കേണ്ടതുണ്ട്. അത് കണക്ക് തന്നെ ആനുകൂല്യം വില വർധനവിനനുസരിച്ചായിരിക്കണം. അത് വളരെ വലിയൊരു പോയിൻ്റാണ് അല്ലേ. അതായത് ഈ ഒരു ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം പോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് ഈ ഒരു 5,000 രൂപ കൊടുത്തെന്ന് പറഞ്ഞ് അവർക്ക് അവരുടെ കാര്യങ്ങൾ നടത്താൻ പറ്റുമോ? 5,000 രൂപ കൊടുത്തിട്ട് ഇവരുടെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പൂർണ്ണമായിട്ട് പെരുപ്പം ഉണ്ടാകുമ്പോഴത്തേക്ക് അവർക്ക് നടക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം, വില വർധനവിനനുസരിച്ച് ഇവരുടെ ആനുകൂല്യം എന്ത് ചെയ്യണം, മാറ്റേണ്ടതുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കേണ്ടതുണ്ട്. അതേ കണക്ക് തന്നെ ഡിജിറ്റൽ തടസ്സങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു, അതും എന്ത് ചെയ്യണം, പരിഹരിക്കണം. സോഫ്റ്റ്വെയർ നല്ല രീതിയിൽ കൊണ്ടുപോകണം. അതേ കണക്ക് തന്നെ ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്യണം, പരിഹരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ പരിഹരിച്ച് കൃത്യമായിട്ടുള്ള ഒരു പുനർരൂപീകരണം നടത്തി ഈ ഒരു സ്കീമിനെ എന്ത് ചെയ്യണം, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം അല്ലേ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു 9% ഗർഭിണികൾക്ക് മാത്രമാണ് ഇത് ലഭിക്കുന്നത്. അത് മാറ്റണം. തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ 84% ഗർഭിണികൾക്ക് ലഭിക്കുന്ന ഒരു സ്കീം നമ്മുടെ രാജ്യം ഒട്ടാകെ എന്ത് ചെയ്യണം, അത്രയും പേർക്കെങ്കിലും ലഭിക്കേണ്ടതില്ലേ. അപ്പോൾ അത്രയല്ല, നമ്മൾ 100% എന്ത് ചെയ്യേണ്ടത്, ലക്ഷ്യമിടേണ്ടത്. നമുക്ക് എല്ലാവർക്കും ഈ ഒരു ആനുകൂല്യം എന്ത് ചെയ്യണം, പ്രാവർത്തികമാക്കണം. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൻ്റെ അകത്ത് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഫോർവേഡിനെ പറ്റി നമ്മൾ പറഞ്ഞു. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. കാരണം ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു വൾണറബിൾ സെക്ഷൻ എന്ന് പറയുന്നത് ആരൊക്കെ, UPSC ആയാലും
KS ആയാലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. മെയിൻസിൽ അവരെന്തായാലും ഈ ഒരു സൊസൈറ്റി എന്നുള്ള ഏരിയ സൊസൈറ്റി ആയാലും സ്കീമുകളായാലും ഈ ഏരിയ എന്നൊക്കെ എന്ത് ചെയ്യും, ചോദ്യം ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഈ ഒരു ചോദ്യം ചെയ്തു നോക്കുക. ഇതിൻ്റെ ഉത്തരം നമുക്ക് അയച്ചു തരികയാണെങ്കിൽ നമ്മളത് മാക്സിമം നോക്കി തരാനും നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയുക. അതിന് നമ്മൾ എന്ത് ചെയ്യാം, നോക്കാവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സിലേക്കും ഇതെന്ത് ചെയ്യുക, എത്തിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം നേരുന്നു. അപ്പോൾ താങ്ക് യു. ഓക്കെ, ബൈ.